ഉം. നമസ്കാരം, എല്ലാവർക്കും മകം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജിസ്റ്റും തിരുവനന്തപുരത്തെ ശിവക്ഷേത്രത്തിലെ തന്ത്രിയുമായിട്ടുള്ള ശ്രീ അഗ്നിശർമ്മൻ തിരുമേനിയാണ്. കംപ്ലീറ്റ് പേര് പറയാൻ മറന്നു കേട്ടോ. അനൂപ് അഗ്നിശർമ്മൻ തിരുമേനിയാണ്. സോ നമസ്കാരം തിരുമേനി, സ്വാഗതം മകം പോഡ്കാസ്റ്റിലേക്ക്, സ്നേഹപൂർവ്വം സ്വാഗതം. സോ നമസ്കാരം. ഒരു ലെങ്തി ഒരു വീഡിയോ നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. അത് നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. തിരുമേനി ഒരുപാട് തിരക്കിൽ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞ സമയമില്ല, പെട്ടെന്ന് വിടണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. യൂഷ്വലി നമുക്ക് എല്ലാവർക്കും കണ്ണേറ്, ദൃഷ്ടിദോഷം എന്നുള്ള ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ബേസിക്കലി എനിക്ക് ഇത് എപ്പോഴും പറ്റും എന്ന് പറ്റുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ ടീച്ചറാണ് ബൈ പ്രൊഫഷൻ. അപ്പം സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് നോർമലി ഉള്ള ഒരു അവസ്ഥയല്ലാണ്ട് ചില സമയത്ത് എനിക്ക് സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാരി പോലും അഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ അങ്ങനെ വീണ് പോകാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് ഒരു റെഡ് സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ അന്ന് കുറച്ചും കൂടി മുടിയുണ്ട്, അഴിച്ചിട്ട് കണ്ണൊക്കെ എഴുതി ചുവപ്പ് പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ ഒരുങ്ങി പോയി തിരിച്ചു വന്നപ്പം ബോധമില്ലാണ്ട് പിച്ചും പേയും പറയുന്ന അവസ്ഥയിലേക്ക് വരികയും പിന്നീട് എന്തൊക്കെയോ തളിച്ചിടുകയോ അമ്മയൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടതിന് ശേഷമാണ് ഞാൻ നോർമലി സംസാരിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് എപ്പോഴും ഈ ഒരു ദൃഷ്ടിദോഷത്തിന്റെ പ്രശ്നം വരികയും ചരടൊക്കെ ജപിച്ച് കെട്ടുകയും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ശരിക്കും ദൃഷ്ടിദോഷം അത് അത്രയും പവർഫുൾ ആണോ? ആഹ് അതിന് നമുക്ക് എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാം? ഈ ചരട് പോലുള്ള മറ്റെന്തൊക്കെ പ്രതിവിധികൾ നമുക്ക് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ്ലി നമുക്ക് ഇതിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല, അത് പറ്റും. ഇപ്പം നമ്മൾക്കിപ്പോ ഉണ്ടായ ഒരു അനുഭവം കുറച്ച് നാൾക്ക് മുമ്പ് നമ്മളൊരു പൂജയ്ക്ക് പോയി. ഓക്കെ. കുറച്ച് നാളായി, അതൊരു 2 വർഷം 3 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ആ സമയത്ത് ഞാൻ നമ്മുടെ നിത്യകർമ്മ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥന, ജപം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരുന്ന സമയത്ത് പെട്ടെന്നാണ് എന്നെ എന്തോ ഒന്ന് ബാധിച്ചതുപോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ. എനിക്കെന്തോ എന്റെ മൈൻഡ് ഭയങ്കരമായ രീതിയിൽ വേറെ ഒരു തലത്തിലോട്ട് പോകുന്നു. എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഹാർട്ട് ഭയങ്കരമായ രീതിയിൽ മെഡിക്കും. ഇടിപ്പ് കൂടുന്നു. എന്തോ ഒരു ഭയങ്കരമായ രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ പെട്ടെന്ന് മനസ്സിലായി, എന്നിലേക്ക് എന്തോ ഒരു ശക്തി പ്രവേശിക്കുന്നുണ്ടോ, ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവുന്നുണ്ടോ, എന്തോ ഒരു ദുഷ്ടശക്തിയുടെ ഊർജ്ജം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. പെട്ടെന്ന് തന്നെ ഞാന് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന് നേരെ മുകളിലുള്ള നരസിംഹമൂർത്തി ഇരിപ്പുണ്ട്. പെട്ടെന്ന് ഞാൻ നരസിംഹമൂർത്തിയെ എന്റെ മനസ്സിൽ നിന്ന് എന്റെ മനസ്സുകൊണ്ട് ഞാൻ ആ സ്വാമിയെ പൂർണ്ണമായിട്ട് എന്റെ മനസ്സുകൊണ്ട് കണ്ടിട്ട് ഞാൻ ആ മന്ത്രം മൂർക്ക ചൊല്ലാൻ തുടങ്ങി. നരസിംഹ മന്ത്രം: ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം ഓം ക്ഷൗ നൃസിംഹായ ഓം ക്ഷൗ നൃസിംഹായ എന്നുള്ള മന്ത്രം ഞാൻ ജപിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ആ എന്നിലേക്ക് വന്ന ആ ഊർജം പതുക്കെ 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 എന്നിൽ നിന്ന് അകന്നകന്ന് പോയി ഞാൻ ആ പഴയ അവസ്ഥയിലേക്ക് വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഒരു ദുഷ്ടശക്തി, ഒരു ദുഷ്ട ഊർജം എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യമാണ്. അപ്പൊ എന്താണ്, തൊട്ടടുത്ത ദിവസം ഞങ്ങൾക്ക് ഒരു പൂജ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ചില ബാധ ഒഴിപ്പീര് പോലെയൊക്കെയുള്ള ചില പൂജാകർമ്മ കാര്യങ്ങൾക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാല്, ഞങ്ങൾ ആ പൂജയ്ക്ക് പോകുന്ന വീട്ടില് അവരെ സ്വാധീനിച്ചിരുന്ന ആ ശക്തി, അല്ലെ അവരെ ആ ഏറിയ നിയന്ത്രിച്ചിരുന്ന ആ ശക്തി, അല്ലെ ആ ഊർജം, ആ ബാധ, ഞങ്ങൾ അങ്ങോട്ട് പൂജയ്ക്ക് ചെന്നാല് ആ ദോഷങ്ങളെയൊക്കെ തന്നെയും മാറ്റാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ഈ ബാധകളെ അവിടുന്ന് ഒഴിപ്പിക്കേണ്ട ഒരു കർമ്മം ഉണ്ടാവും. അപ്പൊ എന്ത് പറ്റും, അതിന് മുമ്പേ തന്നെ അവര് ഞങ്ങളെ അറ്റാക്ക് ചെയ്ത ഒരു കാര്യമാണ് ഇപ്പൊ ഈ നടന്നത്. ഇവിടുന്ന് നമ്മളെ രക്ഷിച്ചതാരാണ്? നരസിംഹമൂർത്തി സ്വാമിയാണ് നമ്മളെ രക്ഷിച്ചത്. ആ മന്ത്രം ജപിച്ചപ്പോഴേക്കും എന്ത് പറ്റി, ആ നെഗറ്റീവ് ഊർജത്തെ ആ മന്ത്രത്തിന്റെ റേഡിയേഷൻ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് ദൂരേക്ക്. അതാണ് മന്ത്രത്തിന്റെ ശക്തി എന്ന് പറയുന്ന കാര്യം. അപ്പൊ മന്ത്രം കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കർമ്മകാര്യങ്ങളെ മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നിത്യവും ജപിക്കുന്നതിന്റെ കാര്യം.
അതാണ് ജകാരോ ജന്മ വിശ്ചേവ പകാരോ പാപനാശരം. അതായത് നമ്മളിലേക്ക് വരുന്ന ഓരോ ദിവസത്തിലെയുള്ള കർമ്മകാര്യങ്ങളെ നമ്മൾ ജപത്തിന്റെ ശക്തി കൊണ്ട് റിലീസ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന മാലിന്യങ്ങളെ നമ്മൾ കളയാനായിട്ട് എന്നും നമ്മൾ എന്താ വെച്ചാൽ നിത്യവും നമ്മൾ കുളിക്കാറുണ്ട്, അതെ. അല്ലെ? എന്ന് പറയുന്ന പോലെ നമ്മുടെ ഓറയെ ബാധിക്കുന്ന കാര്യങ്ങളെ നമ്മൾ നിരന്തരം ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ നാട്ട് ആചാരം എന്ന് പറയുന്ന പോലെ കല്ലുപ്പ്, ആ. ചുവന്ന വറ്റരിമുളക്, ഉം. കടുക്, ആ, കുരുമുളക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചെടുത്തിട്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും, ആഴ്ചയിൽ ഒരു ചൊവ്വാഴ്ച ദിവസമെങ്കിലും നമ്മൾ ഡെയിലി ഒഴിഞ്ഞിട്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിലുള്ള ആ ഊർജം, നെഗറ്റീവ് ഊർജങ്ങൾ പതുക്കെ 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 നമ്മളിൽ നിന്ന് റിലീസ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. ഓക്കെ. മനസ്സിലായോ? നിത്യവും നാമം ജപിക്കുക. അതായത് ഏതെങ്കിലും ഒരു മന്ത്രത്തെ അഭയം പ്രാപിച്ചിട്ട്, ശക്തിയുള്ള ഒരു മന്ത്രത്തെ നമ്മൾ അഭയം പ്രാപിച്ചിട്ട് നിത്യവും ജപിക്കുന്നത് ഇങ്ങനെയുള്ള കർമ്മകാര്യങ്ങളെ ഇല്ലാണ്ടാക്കാനായിട്ട് നമുക്ക് വളരെയേറെ സഹായിക്കുന്നുണ്ട്. ഓം നമഃശിവായ നിത്യവും ജപിക്കുക, ഓം നമോ നാരായണായ നിത്യവും ജപിക്കുക. ഇത് നമുക്ക് ഇഷ്ടദേവത ആരാണോ ആ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ നമ്മൾ നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന ആ ദുഷ്ട ഊർജത്തെ, ആ ശക്തി, ആ ദേവത ശക്തി ഒരു പരിധി വരെ നമ്മള് ഇല്ലാണ്ടാക്കാനായിട്ട് നമുക്ക് സഹായിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ മുൻകൂട്ടി തന്നെ നമുക്ക് അതിനുള്ള റെമഡീസ് ആ ദേവത ഇണക്കി തരും. ഏതെങ്കിലും ഒരു അഭയ കേന്ദ്രത്തിൽ നമ്മളെ കൊണ്ട് എത്തിക്കും. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഉപാസനയോ അല്ലെങ്കിൽ ഒരു ദേവതയെ നിങ്ങൾ നന്നായിട്ട് അഭയം പ്രാപിക്കുന്നുണ്ടെങ്കിൽ ആ ദേവത നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ശക്തിയിൽ നിന്നും രക്ഷിക്കാൻ ത്രാണിയുള്ള ഒരാളുടെ സമക്ഷത്തേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കും. മനസ്സിലായോ? ഒരു രണ്ട് പേര് തമ്മിൽ വഴക്കുണ്ടാകാന്ന് വിചാരിക്കുക. ഒരാളുടെ കയ്യിൽ ആയുധമുണ്ട്, ഒരാളുടെ കയ്യിൽ ആയുധമില്ല. അപ്പൊ ആയുധമുള്ള ആള് ഇയാളെ നശിപ്പിക്കാനായിട്ട് കാരണമാകും. അപ്പോൾ ഇയാൾ എന്താണ് ചെയ്യേണ്ടത്? ഇയാളുടെ എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ആളെക്കാട്ടിലും ശക്തനായ ഒരാളുടെ കീഴിൽ വന്ന് നിൽക്കുക. അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? ആ ആൾക്ക് ഇയാളെ തൊടാൻ സാധിക്കില്ല. അങ്ങനെ തുടരണമെന്നുണ്ടെങ്കിൽ ഈ മുന്നിൽ നിൽക്കുന്ന ആളെ കവർ ചെയ്തിട്ട് വേണം ഇങ്ങോട്ടത്തേക്ക് വരാനായിട്ട്. എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ കൂടെ ഒരു ശക്തി ഉണ്ടെങ്കിൽ, ഒരു ദേവതയുടെ ശക്തി ഉണ്ടെങ്കിൽ ആ ദേവതയെ മറികടന്നാൽ മാത്രമേ ഈ വ്യക്തിയിൽ അവർക്ക് ടച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് നാമജപം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് നാമജപം വളരെ അത്യാവശ്യമാണ്. നിത്യവും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം. മഹാദേവനെ പ്രാർത്ഥിക്കുക, നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക, ഭദ്രകാളി ഭഗവതിയെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കർമ്മദോഷങ്ങൾ മാറാനായിട്ട് നമുക്ക് വളരെ സഹായകമായ ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഈ ഉപ്പ്, മുളക്, കടുക്, കുരുമുളക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കടുക്, കുരുമുളക്, കല്ലുപ്പ്, പിന്നെന്താണ്, ചുവന്ന മുളക്, ഇത് ഇത്രയും കാര്യങ്ങൾ ഒരു പേപ്പറിനകത്തിട്ട് ഒഴിയുക. ആ പേപ്പറിനകത്ത് ഒഴിഞ്ഞതിന് ശേഷം ഇത് നമ്മളുടെ അതിരിന്റെ ഏതെങ്കിലും മൂലയിൽ, നമ്മുടെ സ്ഥലത്തിന്റെ അതിരിന്റെ ഏതെങ്കിലും മൂലയിൽ കുറച്ച് തീ കൂട്ടിയിട്ട് ചപ്പ് ചവറുകളൊക്കെ അവിടെ ഇട്ട് കൂട്ടി കത്തിച്ചിട്ട് ഇത് അതിനോട്ട് അങ്ങ് ഇടുക. ഇതിങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിലുള്ള ഈ ദൃഷ്ടിദോഷം കാര്യങ്ങളും സഡനായിട്ട് പെട്ടെന്ന് ഇല്ലാണ്ടായിപ്പോ. കാരണം അഗ്നിയെ പേടിയാണ് ബാധകൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഹോമകാര്യങ്ങൾക്ക് അഗ്നിക്ക് വളരെ, ഇത്തരത്തിലുള്ള മന്ത്രതന്ത്ര കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തു. ഇപ്പൊ ചില കാര്യങ്ങൾ കണ്ടില്ലേ, ഈ ചില പന്തമൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിലോട്ടൊരു ചില സംഭവങ്ങളൊക്കെ എറിയുമ്പോഴേക്കും ഭയങ്കരമായ രീതിയിൽ പോകുന്നു. ഈ മന്ത്രവാദ കളങ്ങളിനകത്തൊക്കെയും പൂജ ചെയ്യുമ്പോഴേക്കും മന്ത്രവാദികളൊക്കെ ഒരു സംഭവമൊക്കെ ഇങ്ങനെ എറിയുമ്പോഴേക്കും ഭയങ്കര തീയൊക്കെ ആളിക്കത്തില്ല. അതൊക്കെ ബാധയ്ക്ക് പേടിയാണ്. ബാധയ്ക്ക് പേടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ നെഗറ്റീവ് ഊർജങ്ങൾക്ക് പേടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പൊ അഗ്നി എന്ന് പറയുന്ന സംഭവത്തെ ബാധകൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് കത്തിച്ച് കളഞ്ഞാലായിട്ട് പെട്ടെന്ന് ഈ ദോഷങ്ങൾ മാറാനായിട്ട് സഹായകരമായിരിക്കും. ഇങ്ങനെ നമ്മൾ പല ആൾക്കാരോടും പറഞ്ഞിട്ട് അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഒഴിഞ്ഞിടുന്ന സമയത്ത് മുളകിനൊന്നും ഒരിക്കലും മണമില്ലാത്ത രീതിയിൽ തോന്നും. അതേസമയം നമ്മൾ ഒഴിഞ്ഞില്ലാത്തൊരു മുളക്
ആ ദോഷം ഉള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുക. കാരണം ആ ആ, ഊർജ്ജം ആ, കംപ്ലീറ്റ് അതങ്ങ് എടുക്കുകയല്ലേ ചെയ്യുന്നത്. അതിന്റെ ശക്തികൾ മുഴുവൻ അങ്ങ് ഇല്ലാണ്ടായി പോകും. ആ, അത്രയും ഫോഴ്സ് ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വസ്തുക്കള് എടുക്കുക ചെയ്യുന്നത്. അപ്പൊ അത്രയും ശക്തികള് അത് പ്രവർത്തിക്കുമ്പോഴേക്കും അതിന്റെ ഊർജ്ജം അവിടെ നിന്ന് റിലീസായി പോവുക ചെയ്യുന്നത്. ആ മുളകിന്റെ ഊർജ്ജം റിലീസായി പോവും, കടുകിന്റെ ഊർജ്ജം റിലീസായി പോവും, ഉപ്പിന്റെ ഊർജ്ജം റിലീസായി പോവും, കുരുമുളകിന്റെ ഊർജ്ജം റിലീസായി പോവുക ചെയ്യുന്നത്. ആ കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ശക്തികൾ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഊർജ്ജം ഓൾറെഡി പ്രയോഗിച്ചു കഴിയുമ്പോഴേക്കും എന്താ പറ്റുക, അതിനകത്ത് ഊർജ്ജം ഇല്ലാണ്ടായി പോകും. അതുകൊണ്ടാണ് അത് കത്തിച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ. മണമോ കാര്യങ്ങളോ ഇല്ലാണ്ട് വരിക. ഇതിനകത്തൊക്കെ അപ്പൊ നമ്മൾ ഒരുപാട് ഈ കാര്യങ്ങൾ ഇത് ഉള്ളതാണ്. സ്മെല്ല് വരുന്ന വരെ അത്രയും ദിവസങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞിടുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ ചൊവ്വാഴ്ചകളിൽ മാത്രം ചെയ്താൽ മതി? നമ്മളത് ആ സ്മെല്ല് വരുന്നത് വരെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും എന്റെ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ. ഓക്കെ. സോ അപ്പൊ നമുക്കിപ്പോ ബാധിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാല് വരുന്ന ഇനി ആ സ്മെല്ല് എന്ന് വരുന്നു അത്രയും ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. എനർജി അതെ നമുക്ക് അതെ പോസിറ്റീവായിട്ട് വരാൻ സാധിക്കും അല്ലെ? അതെ അതെ. ഓക്കെ. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ശരി. വിചാരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ റെമഡീസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഒരുപാട് സന്തോഷം തിരുമേനി. ഇത്രയും തിരക്കുള്ള സമയത്ത് നമുക്ക് കുറച്ച് സമയം അനുവദിച്ചതിൽ ഒരുപാട് നന്ദി. വീണ്ടും നമുക്ക് ഇതുപോലെ നല്ല മനോഹരമായിട്ടുള്ള വീഡിയോസും അറിവും ഒക്കെ ആയിട്ട് വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ തിരുമേനി. താങ്ക് യു.